ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അത് ഞാൻ ഉത്രാടത്തിൻ്റെ അന്നെടുത്തൊരു വീഡിയോ ആണ്. ഞാൻ രാവിലെ തന്നെ എണീറ്റ് പൂ പറിക്കാൻ പോയിട്ടുണ്ട്, ചെമ്പരത്തി. കാരണം രാവിലെ തന്നെ പോയാലേ ചെമ്പരത്തി കിട്ടും, അല്ലെങ്കിൽ പിന്നെ എല്ലാവരും പറിച്ച് തീർക്കും. അതുകൊണ്ട് തന്നെ രാവിലെ പോയി കുറച്ച് ചെമ്പരത്തിയൊക്കെ പറിച്ചു വന്നു. പിന്നെ നമ്മൾ തിരുവോണത്തിനും ഉത്രാടത്തിനല്ലേ മെയിനായിട്ട് തോനെ പൂക്കളിടുക. അപ്പം ഞാൻ എന്താ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് അത്യാവശ്യം കുറച്ച് പൂക്കളുണ്ടായിരുന്നു, അതൊക്കെ പറിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കിഴാർനെല്ലി ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതാ നമ്മളൊരു കുഞ്ഞ് കറിവേപ്പിലേൻ്റെ തൈ നമ്മളവിടെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ, അതുണ്ടായി വരുന്നുണ്ട്. പിന്നെ ഞാൻ മുറ്റത്തുനിന്ന് കുറച്ച് പൂക്കളൊക്കെ പറിച്ചു, കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ മുറ്റത്ത് കുറേ പൂക്കളൊന്നുമില്ല കേട്ടോ, പക്ഷേ കുറച്ച് പൂക്കളുണ്ട്. ഇതുപോലത്തെ വയലറ്റ് പൂക്കളുണ്ട്. പിന്നെ നമ്മുടെ നമ്പ്യാർവട്ടം പൂവുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് പൂക്കളുണ്ടായിരുന്നു, നമ്മളതൊക്കെ പറിച്ചു. ഇത് അച്ഛൻ നട്ട 2 പച്ചമുളകിൻ്റെ തൈയാണേ. ഇതിലിപ്പോൾ അത്യാവശ്യം കായായി വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു രസമല്ലേ, നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ നല്ല പച്ചമുളകൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സുഖമല്ലേ. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നു, കാരണം നമുക്ക് കുളിച്ചിട്ട് വേണ്ടേ പൂവിടാനായിട്ട്. പിന്നെ നമ്മൾ ഇന്നലെ കുറച്ച് പൂക്കൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ രാവിലെ ആകുമ്പോഴത്തേക്കും ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ രാത്രി വെള്ളം തളിച്ചിട്ടല്ലേ വെക്കുക. ഞങ്ങളിങ്ങനെ പേപ്പറിൽ നിർത്തിയിട്ട് പൂക്കൾ വെക്കാറാണ്, ഞങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാറില്ല. അതുകൊണ്ട് തന്നെ വെള്ളം തളിച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും ചിലതൊക്കെ വാടി ചീഞ്ഞുണ്ടാവും, പക്ഷേ ചിലതൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ പൂവരിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്ക് എൻ്റെ അച്ഛനമ്മ എന്നെ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോൾ പൂക്കളം വരച്ചാൽ എന്നോട് തെറ്റിപ്പോവും, പിന്നെ എൻ്റെ കൺട്രോളേ പോവും. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് അമ്മയായിരുന്നേ പൂക്കളം വരച്ച് തന്നത്. അമ്മ നല്ലൊരു ഡിസൈൻ തന്നെ വരച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പൂവൊക്കെ എറിഞ്ഞ് പൂവിട്ടു. പിന്നെ ഇതായിരുന്നു കേട്ടോ നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ നമ്മൾ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അന്ന് അച്ഛൻ്റെ പിറന്നാളായിരുന്നല്ലോ, ഞങ്ങൾ തലേന്നേ ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അച്ഛനെ വിളിച്ച് ഞങ്ങൾ കട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ അച്ഛന് ഗിഫ്റ്റ് കൊടുത്തത് ഒരു ഫോണായിരുന്നേ. പിന്നെ ഞാൻ ആ കേക്ക് പീസായി മുറിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ ഉച്ചയായി, നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. നമുക്ക് ഇന്ന് ബിരിയാണി ആയിരുന്നു. നമ്മൾ കരുതി നാളെ തിരുവോണത്തിന് സദ്യ ആക്കാമെന്ന്. ഇന്ന് നമ്മളോട് ഭക്ഷണം കഴിക്കാൻ വല്യമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓണപ്പട്ടൻ്റെ മണിയടി ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു. പിന്നെ ഓണപ്പട്ടൻ വന്നപ്പോൾ ഞങ്ങൾ പൈസയും അരിയൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ ഓണപ്പട്ടൻ്റെ കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.